അല്ലാഹ് ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ റഹ്മാനെ. തൗബ ചെയ്ത് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിക്കാൻ നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്ന ഭാഗ്യവാന്മാർ ഞങ്ങളെ നീ പെടുത്തണേ റഹ്മാനെ. റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായി നീ സാക്ഷി പറയണേ പടച്ചോനെ. എടോ, റമളാനിലെ ഒരു നോമ്പിന് പകരം ജീവിതകാലം മുഴുവനും നോമ്പൊടിച്ചാലും പകരമാകില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു വെള്ളിയാഴ്ചയ്ക്ക് നമുക്ക് നോമ്പ് തരുമാറാകട്ടെ. നമ്മളെല്ലാം സലാം പറഞ്ഞിട്ട് അടുത്ത വെള്ളിയാഴ്ച പെരുന്നാളാണെന്ന് പ്രതീക്ഷ അടക്കാം. അള്ളാഹു ഒരു നോമ്പ് കൂടെ നമുക്ക് തന്ന അത്രയും വലിയ ഭാഗ്യം. അള്ളാഹു നമുക്ക് 30 നോമ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കളിയും തമാശയുമാടോ നമുക്ക് ബഹുമാനമില്ല. നമുക്ക് ഈ റമളാൻ മാസത്തിൽ പോലും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മാറ്റം വരുന്നില്ല, നന്നാകാൻ പറ്റുന്നില്ല. പടച്ചവനെ, നോമ്പ് പിടിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ്. നാവ് കൊണ്ട് പറയുന്നത് പാപമാണ്, കണ്ടുകൊണ്ട് കാണുന്നത് പാപമാണ്, ചെവി കൊണ്ട് കേൾക്കുന്നത് പാപമാണ്, നാവ് കൊണ്ട് പറയുന്നത് പാപമാണ്, കൈ കൊണ്ട് പിടിക്കുന്നത് പാപമാണ്, കാലുകൊണ്ട് നടക്കുന്നത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ടുപോലും ചിന്തിക്കുന്നത് പാപമാണ്. പടച്ചം ചെയ്ത പാപത്തിന്റെ കണക്ക് പോലും എനിക്കും നിങ്ങൾക്കും എടുക്കാൻ കഴിയുന്നില്ലെങ്കിലോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആയിപ്പോയത്? നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരാത്തതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താണ്? എത്ര ഉപദേശങ്ങൾ കേൾക്കുന്നു? നമ്മളെ പോലെ ഉപദേശം കേൾക്കുന്ന ഒരാളും ലോകത്തില്ലടോ. ജനിച്ചത് മുതൽ തുടങ്ങുകയാണ് മരണം വരെ പടച്ചവനെ ഒരുപാട് ഉപദേശങ്ങളും എല്ലാം നമ്മൾ കേൾക്കുകയും കാണുകയും പഠിക്കുകയും ചെയ്യുകയാണ്. ഇതുപോലെ വേറെ ഒരു സമുദായത്തിനും ഉപദേശം കിട്ടാറില്ല. എന്നിട്ടും പടച്ചവനെ നമുക്ക് നന്നാകാൻ പറ്റാത്തതിന്റെ കാരണമെന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, ഏതൊരു മനുഷ്യനും പ്രായമാകുമ്പോ നന്നാകുമല്ലോ.